ചോറ് വിതരണം ചെയ്യുന്ന ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം പദ്ധതി അനുവദിക്കാൻ പറ്റില്ലെന്നാണ് ആരോഗ്യമന്ത്രി മുരളീധരന്റെ നിലപാട്. ഈ ആരോഗ്യമന്ത്രി മുരളീധരന് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറിനെ പറ്റി വല്ല ധാരണയുണ്ടോ? അതായത് ഏതാണ്ട് 40,000-ഓളം പൊതിച്ചോറുകളാണ് ഡിവൈഎഫ്ഐ ഒരു ദിവസം വിതരണം ചെയ്യുന്നത്. ഇത് ഇന്നും നിലയൊന്നല്ല, 2017 ജനുവരി 1 മുതൽ തുടങ്ങിയൊരു വർക്കാണ്. ഒരു മേഖലാ കമ്മിറ്റിക്കാണ് ഈ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറിന്റെ ഒരു ദിവസത്തെ ചുമതല. 10ഓ 15ഓ അതിൽ കൂടുതലോ യൂണിറ്റുകൾ ചേരുമ്പോഴാണ് ഒരു മേഖലാ കമ്മിറ്റി ഉണ്ടാവുന്നത്. ഒരു മേഖലാ കമ്മിറ്റി ഈ പൊതിച്ചോറ് വിതരണം നടത്തണമെങ്കിൽ കുറഞ്ഞത് 3 തവണയെങ്കിലും ഒരു വീട് കയറിയിട്ടുണ്ടാവണം. ആദ്യം പൊതിച്ചോറുമായി ബന്ധപ്പെട്ട നോട്ടീസ് കൊടുക്കാനും പിന്നെ തലേ ദിവസവും പിന്നെ പൊതിച്ചോറ് കളക്ട് ചെയ്യാനും. ഒരു യൂണിറ്റില് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 10 പേരെ വെച്ച് നോക്കിയാൽ പോലും 15 യൂണിറ്റുകളിൽ നിന്ന് 150 പേരെങ്കിലും ഇതിനുവേണ്ടി മാത്രം അധ്വാനിക്കുന്നുണ്ട്. അവരുടെയൊക്കെ സ്വന്തം ജോലിയും വിദ്യാഭ്യാസവും ഉൾപ്പെടെയുള്ള എല്ലാ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടാണ് തിരുവോണത്തിന്റെ അന്ന് പോലും ഈ യുവാക്കള് പൊതിച്ചോറുകൾ മുടങ്ങാതെ എത്തിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരാശുപത്രിയിൽ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ്. ഒരു ജില്ലയുടെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് ഭക്ഷണം എത്തിക്കാനുള്ള വാഹനത്തിന്റെ വലിയ ചെലവുകളുണ്ട്. അതൊക്കെ വേറെയാണ്. ഇതൊക്കെ പോട്ടെ, ബാക്കിയുള്ള ദിവസങ്ങളുടെ കാര്യം ഒന്ന് വിട്ടേക്ക്. വർഷത്തിൽ 365 ദിവസവും ഒരു മുടക്കവും ഇല്ലാതെ ഇങ്ങനെ പൊതിച്ചോറ് എത്തിക്കുമ്പോൾ ഇതിനായി മാത്രം നഷ്ടപ്പെടുന്ന മനുഷ്യന്റെ അധ്വാനത്തിന്റെ തൊഴിൽ ദിനങ്ങൾ അതെത്രയാണെന്നൊന്ന് കൂട്ടി നോക്കൂ. ഡിവൈഎഫ്ഐക്കാര് കഷ്ടപ്പെടുന്നത് പ്രസ്ഥാനത്തിന്റെ പേരിലാണ്. ആരും ശമ്പളോ മറ്റു സ്പോൺസർഷിപ്പോ ഒന്നും കൊടുക്കുന്നില്ല. ഇത്ര അധികം ആളുകള് ഇത്രയും വലിയൊരു എഫേർട്ട് ഇട്ടിട്ട് ഈ കാരുണ്യ പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ചെയ്യുന്നത് ആരാണെന്ന് ജനങ്ങളെ അറിയിക്കണ്ടേ? അറിയിക്കുക തന്നെ വേണം. വിതരണം ചെയ്യുന്ന ഭക്ഷണപ്പൊതിയില് സ്റ്റിക്കർ ഒട്ടിക്കുന്നൊന്നുമില്ല. വിതരണം ചെയ്യുന്ന വാഹനത്തില് ഒരു കൊടി കെട്ടുന്നുണ്ട്. കൂട്ടത്തിൽ ആളുകൾക്ക് മനസ്സിലാകാൻ വാഹനത്തിന് മുന്നിൽ ഡിവൈഎഫ്ഐ പൊതിച്ചോറ് വിതരണം എന്നൊരു ബാനറും വെക്കുന്നുണ്ട്. ഇത് രണ്ടും ചെയ്യുന്നത് ലഭിക്കുന്ന ഭക്ഷണത്തിന്റെ വിശ്വാസ്യതയ്ക്കും ആവശ്യക്കാർക്ക് തിരിച്ചറിയാനും ഒക്കെ കൂടി വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വലിയ ക്യാമ്പയിനായി നടക്കുന്നത്. 9 വർഷം പിന്നിടുമ്പോൾ 61 ആശുപത്രികളിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമാണ് ഡിവൈഎഫ്ഐ ഭക്ഷണം കൊടുക്കുന്നത്. അവർക്ക് ഈ 9 വർഷത്തിൽ ഒരു ദിവസം പോലും ഡിവൈഎഫ്ഐ പൊതിച്ചോറ് മുടക്കിയിട്ടില്ല. 9 വർഷമായിട്ട് മഴയത്തും വെയിലത്തും പകർച്ചവ്യാധിയുടെ സമയത്തും ഇത് മുടക്കിയിട്ടില്ല. 2 മഹാപ്രളയം ഉണ്ടായി, ഡിവൈഎഫ്ഐ പൊതിച്ചോറ് മുടക്കിയില്ല. ലോകം മുഴുവൻ നിശ്ചലമായി പോയ കോവിഡ് കാലം ഉണ്ടായിരുന്നു, അപ്പോഴും പൊതിച്ചോറ് നിലച്ചു പോയിട്ടില്ല. ഡിവൈഎഫ്ഐക്ക് നഷ്ടങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്, പക്ഷെ പൊതിച്ചോറ് നിന്നിട്ടില്ല, നിൽക്കുകയുമില്ല. ഡിവൈഎഫ്ഐയുടെ തൃശ്ശൂരിലെ ചോവന്നൂർ മേഖലാ ജോയിന്റ് സെക്രട്ടറി സഖാവ് അനൂപ് RSS ക്രിമിനലുകള് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. ജീവൻ നഷ്ടപ്പെടുന്നതിന് തൊട്ട് മുമ്പ് വരെ സഖാവ് അനൂപ് പൊതിച്ചോറ് വിതരണത്തിന്റെ തിരക്കിലായിരുന്നു. അനൂപിന്റെ വേർപാടിന്റെ വേദനയോടൊപ്പം നിറ കണ്ണുകളോടുകൂടി തന്നെയാണ് ഡിവൈഎഫ്ഐ ആ പൊതിച്ചോറ് വിതരണം പൂർത്തിയാക്കിയത്. കാരണം ഡിവൈഎഫ്ഐക്ക് ഇതൊരു പരിപാടി മാത്രമല്ല, ഇത് ഡിവൈഎഫ്ഐയുടെ പ്രതിജ്ഞയാണ്, കരുതലിന്റെ ഭാഷയാണ്. ഒരു യുവജന പ്രസ്ഥാനത്തിന് വിശപ്പിനോട് പടവെട്ടാനും രോഗത്തിന് തണലാകാനും രക്തം കൊടുക്കാനും ജീവൻ കൊടുക്കാനും പോലും കഴിയുമെന്ന് തെളിയിച്ച 3348 ദിവസങ്ങളാണ്. 21 കോടിക്ക് മുകളിൽ ആസ്തിയുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ എഴുതി നൽകിയിട്ടുള്ള കരുണാകരന്റെ മകനാണ് നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി മുരളീധരൻ. അങ്ങനെയുള്ള ഒരാൾക്ക് ഡിവൈഎഫ്ഐ നൽകുന്ന പൊതിച്ചോറിന്റെ വില അറിയണമെന്നില്ല. ആക്രി പെറുക്കിയിട്ടും കരിങ്കല്ല് ചുമന്നിട്ടും വയനാട് ദുരിതബാധിതർക്ക് 100 വീടിനുള്ള പണം ഡിവൈഎഫ്ഐ നൽകിയിട്ടുണ്ടെങ്കിൽ ഈ സ്നേഹം അർഹതയുള്ളവർ ഉണ്ടാകും വരെ അവരുടെ കയ്യിൽ ഡിവൈഎഫ്ഐ എത്തിച്ചിരിക്കും. ഒരു പൊതി ചോറ് വാങ്ങി തിന്നാൽ രാഷ്ട്രീയം നഷ്ടപ്പെടുന്നവരൊന്നും അല്ല നമ്മുടെ നാട്ടിലുള്ളത്. വിശപ്പിനെന്ത് രാഷ്ട്രീയമാണ്, എന്ത് മതമാണ്? പരസ്പരം കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടൊന്നും ഇല്ലാത്ത തീർത്തും അപരിചിതരായ മനുഷ്യർക്ക് വേണ്ടി ഒരു നേരത്തെ ആഹാരം പൊതിഞ്ഞു നൽകുന്നതിൽ രാഷ്ട്രീയം കലർത്തരുത്. മറ്റുള്ളവന്റെ വേദന സ്വന്തം വേദനയാകുന്ന സമത്വബോധത്തിന്റെ മാതൃക കൂടി തന്നെയാണ് ഈ ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം പദ്ധതി. ആശുപത്രി വരാന്തകളിൽ വിശന്നു വലയുന്ന മനുഷ്യന്റെ രാഷ്ട്രീയമോ ജാതിയോ നോക്കിയല്ല പൊതിച്ചോറ് നൽകുന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ വീടുകളിൽ ചെന്ന് ചോറ് ശേഖരിക്കുമ്പോൾ അത് നൽകുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിലോ മതത്തിലോ ഉള്ളവരല്ല. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ലീഗുകാരും BJPക്കാരും വിവിധ മതവിശ്വാസികളായിട്ടുള്ള കുടുംബങ്ങളും ഒരു രാഷ്ട്രീയമില്ലാത്ത കുടുംബങ്ങളും ഒരു മതത്തിലും വിശ്വസിക്കാത്ത കുടുംബങ്ങളും സാധാരണ മനുഷ്യരും ഒക്കെ തങ്ങളുടെ വിഹിതത്തിൽ നിന്ന് ഒരു പങ്ക് എടുത്തു വെച്ച് സ്നേഹത്തോടെ ഡിവൈഎഫ്ഐക്ക് നൽകുന്നതാണ് ഈ പൊതിച്ചോറ്. ഒന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ്, ഭരണകൂടത്തിന്റെ ഉത്തരവുകൾ കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുന്നതല്ല സാധാരണക്കാരായ മനുഷ്യന്റെ വിശപ്പും സഹജീവികളോടുള്ള ഈ നാടിന്റെ കരുതലൊക്കെ. ഈ മനുഷ്യത്വത്തിന്റെ കൂട്ടായ്മ അത് തുടരുക തന്നെ ചെയ്യും. തടയാൻ വരുന്നവരെ തടയുന്നത് ഡിവൈഎഫ്ഐ ആയിരിക്കില്ല, ഈ നാട്ടിലെ ജനങ്ങളായിരിക്കും. വയറേറിയുന്നവന്റെ മിഴിനറിയാതിരിക്കാൻ ഹൃദയപൂർവ്വം സ്നേഹത്തിൽ പൊതിഞ്ഞ് ഒരു നാട് ഞങ്ങളെ ഏൽപ്പിക്കുന്ന പൊതിച്ചോറ് അത് ഞങ്ങൾ കൊടുത്തോണ്ടേയിരിക്കും. നന്ദി. സർക്കാർ ആശുപത്രികൾ